ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ റെസിപ്പീസ്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ഒന്ന് പാലെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നാം പാലും വേണം, രണ്ടാം പാലും വേണം. ആദ്യം ഒന്നാം പാലെടുക്കാം, എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് രണ്ടാം പാലെടുക്കാം. ഇനി അല്പം കാഷ്നട്ട് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സ്പൈസസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഇല ബേ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി 2 പട്ട, ഒരു 5 ഏലക്കായ, അതേമാതിരി ഒരു 6 ഗ്രാമ്പു, 2 തക്കോല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൈസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതായി നീളനെ അരിഞ്ഞതും, അതേമാതിരി പച്ചമുളക്, വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, പിന്നെ ഒരു 6 പച്ചമുളക് നീളനെ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ പച്ചമുളക് കാന്താരി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്, വളരെ ഒരു ടേസ്റ്റുമാണ്. ഒരു 5-6 എണ്ണം ഇത് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് അല്പം ചതച്ചിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അതേമാതിരി ഉണ്ട കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അതൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ സ്മെല്ലുമാണ്, ഒരു ടേസ്റ്റും കിട്ടും കറിക്ക്. ഇനി അതിലേക്ക് ഞാൻ 2 സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. 2 ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഗോൾഡൻ കളർ ഇത്തിരി നല്ലോണം ബ്രൗൺ ആകുമ്പോൾ നമ്മുടെ കറിയുടെ കളറൊന്നും ചേഞ്ച് ആവും. അപ്പോൾ അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഞാൻ നല്ല ബ്രൗൺ ആവണ വരെയൊന്നും വഴറ്റണില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കറിയുടെ കളറ് മാറും. അപ്പോൾ നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ കഴുകി ഊറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 കിലോളം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതലാണ് ഉണ്ടാക്കാറ്. അതേമാതിരി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ ചിക്കൻ്റെ ഒക്കെ ഒരു കളറ് ഒരു വൈറ്റ് കളറാവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഉരുളക്കിഴങ്ങും അതേമാതിരി ഒരു ക്യാരറ്റും നുറുക്കി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണോളം കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുരുമുളകിൻ്റെ പൊടിയാണുള്ളത്, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് അതിൽ കുരുമുളക് ക്രഷ്ഡ് കുരുമുളകാണെങ്കിൽ നമുക്ക് കളറൊന്നും ചേഞ്ച് ആവാതെ കിട്ടും. അതേമാതിരി നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് 2ാം പാൽ എടുക്കുമ്പോൾ വെള്ളം കുറച്ച് ചേർത്തിട്ട് നമ്മൾ നാളികേരപ്പാൽ എടുക്കുക. ഇനി ഞാൻ കുക്കർ അടച്ചൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ 2 വിസിലാവണ വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ വന്ന് ഞാൻ കുക്കർ ഓഫാക്കുകയാണ്. ഇനി പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ചിക്കനൊന്നും അതേമാതിരി ഉരുളക്കിഴങ്ങും ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് അതിൽ അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ അല്പം ഉപ്പ് കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച കാഷ്നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തിള വന്ന ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണ് ഗരം മസാല വീട്ടിൽ പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതാണ് കൂടുതൽ ഫ്ലേവറും ടേസ്റ്റും കിട്ടുക. ഇനി അതിലേക്ക് ഞാൻ 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1ാം പാൽ ചേർത്ത ശേഷം ഗ്യാസ് ഓഫ് ആക്കുകയാണ്, പിന്നെ തിളയ്ക്കേണ്ട. ഇനി അതിലേക്ക് അല്പം മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം ഉള്ളി കാച്ചി വയ്ക്കാം. അപ്പോൾ ഒരു ചീൻചട്ടിയിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ചീൻചട്ടി ചൂടായി അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം ചെറുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെറുള്ളിയും കൂടി നമ്മളിതിൽ കാച്ചി വയ്ക്കുമ്പോൾ, നെയ്യിൽ കാച്ചി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവിന്. പുളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇരിക്കുന്നതോളം കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് നൈറ്റിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് ഡിന്നറിന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ ഈസ്റ്ററിനൊക്കെ കഴിക്കാൻ പറ്റാവുന്ന സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സ്റ്റൂവും ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.